ഇതിനിടയിൽ മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് ഇറാന്റെ ആക്രമണത്തിൽ പശ്ചിമേഷ്യയിലുടനീളം ഈ ഗൾഫ് മേഖലയിലൊക്കെ നമുക്കറിയാം ഒരുപാട് സൈനിക താവളങ്ങളുണ്ട് അമേരിക്കയ്ക്ക്. ഇത്തരത്തിലുള്ള 13ഓളം അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഇറാന്റെ ആക്രമണത്തിൽ തകർന്നു എന്നാണ് മധ്യപൂർവേഷ്യയിലുടനീളമാണ് ഇറാൻ നടത്തിയ ശക്തമായ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടായത്. ഈ 13 അമേരിക്കൻ സൈനിക താവളങ്ങളിൽ വാസയോഗ്യമല്ലാതായ പശ്ചാത്തലമുണ്ട്. ഇതോടെ സുരക്ഷിതമെന്ന് കരുതിയ സൈനിക കേന്ദ്രങ്ങൾ ഉപേക്ഷിക്കാൻ അമേരിക്കൻ സൈന്യം നിർബന്ധിതരായതായും വിവരങ്ങളുണ്ട്. ന്യൂയോർക്ക് ടൈംസാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടുന്നത്. കോട്ടകൾ പോലെയുള്ള സൈനിക താവളങ്ങളിൽ നിന്ന് ഹോട്ടലുകളിലേക്കും ഓഫീസ് കെട്ടിടങ്ങളിലേക്കുമൊക്കെയാണ് നിലവിൽ സൈനികരെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത് എന്നാണ് വിവരം. ഇതോടെ യുദ്ധഭൂമി ചിതറിപ്പോയ അവസ്ഥയിലാണെന്നും ഇതിനെ ഒരു റിമോട്ട് വാർ, അതായത് അകലെ നിന്നുള്ള യുദ്ധം എന്നുമൊക്കെയാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ വിശേഷിപ്പിക്കുന്നത്. ഇത് വലിയൊരു പ്രധാന പ്രശ്നമായി അമേരിക്ക മാറിയിട്ടുണ്ട്. തങ്ങളുടെ ഇത്തരം സൈനിക താവളങ്ങളെ തൊടാൻ ആർക്കും സാധിക്കില്ല എന്നുള്ള അമേരിക്കയുടെ ആത്മവിശ്വാസത്തിന് ഏറ്റവും വലിയ തിരിച്ചടി കൂടിയായി ഈ സംഗതികൾ മാറി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അജയ്, അമേരിക്കയ്ക്ക് വലിയ നാശനഷ്ടമുണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ചില യുദ്ധവിമാനങ്ങൾ അടിച്ചിട്ടിട്ടുണ്ട്. ഒപ്പമാണ് ഇത്തരം കോടിക്കണക്കിന് ഡോളർ നിർമ്മിച്ച് തയ്യാറാക്കി സംരക്ഷിച്ചു വന്ന സൈനിക താവളങ്ങൾ ഇറാൻ തകർക്കുക എന്നുള്ളത് അത് ചില്ലറ പ്രതിസന്ധി ആയിരിക്കില്ല അമേരിക്കയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ വർഷങ്ങളുടെ ഒരു പരിശ്രമത്തിനെ തുടർന്നാണ് അമേരിക്ക പശ്ചിമേഷ്യയിലൊട്ടാകെ തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ അത് പടുത്തുയർത്തിയത്. പ്രധാനമായിട്ടും ഈ ക്രൂഡ് ഓയിലിൻ്റെ വ്യാപാരം അത് വ്യാപകമായിട്ടുള്ള പശ്ചാത്തലത്തിലാണ് അമേരിക്ക പശ്ചിമേഷ്യയിൽ ഇത്തരത്തിൽ അവരുടെ സൈനിക കേന്ദ്രങ്ങൾ സജ്ജമാക്കാൻ തുടങ്ങിയത്. അമേരിക്കയും അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ധാരണ എന്ന് പറയുന്നത് ഈ ഡോളർ വെച്ചിട്ട് ഈ ക്രൂഡ് ഓയിലിൻ്റെ വിനിമയം അത് ലോകവ്യാപകമായി തന്നെ മുന്നോട്ട് പോകും. ഇതിന് പകരമായി ഗൾഫ് നാടുകളുടെ സുരക്ഷ അത് അമേരിക്ക ഉറപ്പാക്കും എന്നതായിരുന്നു ഈ രണ്ട് കക്ഷികളും തമ്മിലുള്ള ധാരണ. അപ്പോൾ ഇതനുസരിച്ച് സൗദി അറേബ്യ, UAE, ഒമാൻ തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ അമേരിക്കയുടെ ഈ സൈനിക കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ ഈ ആക്രമണങ്ങൾ അത് രൂക്ഷമായ പശ്ചാത്തലത്തിൽ ഇറാൻ പ്രധാനമായിട്ടും ലക്ഷ്യമിട്ടത് ഈ ഗൾഫ് നാടുകളിലുള്ള അമേരിക്കൻ ബേസുകളെ തന്നെയായിരുന്നു. ഇപ്പോൾ നിലവിൽ ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം 13 അമേരിക്കൻ ബേസുകളാണ് നശിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇത് ഏതാണ്ട് വാസയോഗ്യമല്ലാത്ത സ്ഥിതിയിലായതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ നേരത്തെ തന്നെ നമ്മൾ പല ദൃശ്യങ്ങളും അതുപോലെ തന്നെ പല റിപ്പോർട്ടുകളും എല്ലാം കണ്ടിരുന്നു. അതനുസരിച്ച് പല അമേരിക്കൻ ബേസുകൾക്ക് മുകളിൽ നിന്നും പുക ഉയരുന്ന കാഴ്ചകൾ കാണാൻ സാധിച്ചു. ഇതെല്ലാം ഹിറ്റ് ചെയ്യപ്പെട്ടു എന്നതാണ് ഇറാന്റെ അവകാശവാദം. എന്നാൽ അമേരിക്ക ഔദ്യോഗികമായി ഇതെല്ലാം നിഷേധിക്കുന്ന നിലപാടാണ് പല ഘട്ടങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ളത്. അവരുടെ യുദ്ധവിമാനങ്ങൾ തകർന്നപ്പോഴാണെങ്കിലും അതുപോലെ തന്നെ അവരുടെ കപ്പലുകൾ ആക്രമിക്കപ്പെട്ടപ്പോഴാണെങ്കിലും എല്ലാം അമേരിക്ക ഇത് തള്ളിക്കളയുന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. ഏതാണ്ട് അതിന് സമാനമായിട്ടുള്ള രീതിയിൽ ഈ അമേരിക്കൻ ബേസുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും അവർ നിഷേധിക്കുന്ന നിലപാടാണ് പലപ്പോഴായി സ്വീകരിച്ചു വന്നിരുന്നത്.